ബേബി നല്ല ഗൗരവത്തിലാണല്ലോ. എങ്ങോട്ടാന്നല്ലേ? ഗോപുവിന്റെ ചെരുപ്പൊക്കെ കൈ പിടിച്ചിടിച്ച് എങ്ങോട്ടേക്ക് കൊണ്ടുപോകണേന്നല്ലേ? അവൾക്ക് കുറേ കൂപ്പൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗോപുവിടെ അരീക്കോട് ഇന്റർവെല്ലിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. സോ അവൾക്ക് അവിടുന്ന് ഒരുപാട് കൂപ്പൺസ് കിട്ടും റെഡീം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ റെഡീം ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇപ്രാവശ്യം കിട്ടിയത് മംത ഹോട്ടലിലെ കൂപ്പണായിരുന്നു. സോ അവിടുന്ന് കാര്യമായിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഒരു എക്സ്ട്രാ ഒരു 30 രൂപ ആയിട്ടേ ഉള്ളൂ കേട്ടോ. ഞാൻ എല്ലാവരും കഴിച്ചു കേട്ടോ. അച്ഛനും അമ്മയും പ്രണവേണ്ണനും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൂപ്പൺസ് ഒക്കെ റെഡീം ചെയ്ത് ഭദ്രയ്ക്കാണെങ്കിൽ തണുത്തിട്ടിരിക്കാൻ വയ്യായിരുന്നു. അത്രയ്ക്ക് കൂളിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം അവിടെ ബേക്കറിയിൽ നിന്ന് സാധനവും വാങ്ങി. പിന്നെ അമ്മേൻ്റെ മുഖത്ത് ഈ ചിരി എന്തിനാന്നല്ല, ആദ്യമായിട്ട് ഗൂഗിൾ പേ ചെയ്തതിൻ്റെ സന്തോഷം. അതിനുശേഷം ഞങ്ങളവിടെ മാജിക് ലാമ്പിൽ കയറി കേട്ടോ. ഒരുപാട് ഓഫേഴ്സൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് കയറിയത്. ബേബീസിൻ്റെ ഒരു ഷോപ്പാണ് കേട്ടോ. എല്ലാം A to Z കാര്യങ്ങൾ അവിടെ ഉണ്ട്. സത്യം പറഞ്ഞാൽ അവിടെ ഇറങ്ങിയാൽ നമുക്ക് ആകെ മൊത്തൊരു കൺഫ്യൂഷനാകും. എന്തെടുക്കണം, ഏതെടുക്കണം, പിന്നെ ഡ്രസ്സ് കാണുമ്പോൾ ഡ്രസ്സ് എടുത്താലോ, അല്ല ടോയ്സ് എടുത്താലോ, അതെടുത്താലോ, ഇതെടുത്താലോ, എന്താ കുട്ടിക്ക് എടുക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ. ഞാൻ ആ കൺഫ്യൂഷനിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ മോൻ്റെ ഈ ഫോട്ടോഷൂട്ട്. കണ്ട പെൺകുട്ടിയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ എന്താ ഒരു ഇൻട്രസ്റ്റ്. അതിൻ്റെ ഇടയിൽ കൂടെ അമ്മായിയപ്പനും മരുമോനും കൂടെ അവിടെ ഹോട്ട് വീൽസ് നോക്കുകയാണ്. ഞാൻ വിചാരിച്ചു എൻ്റെ കുട്ടിക്ക് നോക്കുകയാണ്, പക്ഷേ അല്ല ഗൈസ്, അവർക്ക് നോക്കിയിരുന്നു. അപ്പം അവരെന്തോ കാര്യമായിട്ട് ഇൻ്റർനാഷണൽ ഡിസ്കഷനൊക്കെ നടത്തുന്നതായിരുന്നു. നമുക്ക് മനസ്സിലാവാത്ത ഭാഷ ആയതുകൊണ്ട് ഞാൻ ഇടപെട്ടില്ല. പക്ഷേ അവസാനം എല്ലാം എടുത്തു കഴിഞ്ഞ് എൻ്റെ കെട്ടിയോൻ എൻ്റെ അടുത്ത് കൊണ്ടുതന്നു കേട്ടോ. ഈ സാധനം ഇഷ്ടപ്പെട്ടോന്ന്. ഒന്ന് വാങ്ങാൻ കയറി ഞങ്ങൾ ഒരുപാട് സാധനം വാങ്ങി. അങ്ങനെ ലാസ്റ്റ് വീട്ടിലും എത്തി.